മക്കളെ, വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പം മക്കളെ, നമ്മളെല്ലാവരും ഇതാണ്ട് എക്സാമിനുള്ള കനത്ത പ്രിപ്പറേഷനിലാണല്ലേ. നമ്മുടെ ഇൻ്റഗ്രേഷൻ 1, ഇൻ്റഗ്രേഷൻ 2, ഇൻ്റഗ്രേഷൻ 3, ഇംഗ്ലീഷ്, ഇതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് എഴുതണം. അപ്പം ഇന്ന് മിസ് വന്നിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് പഠിക്കാനാണ് കേട്ടോ. അപ്പം നമുക്ക് ഒട്ടും ലാഗില്ലാതെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ചോദ്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. ഈ ചോദ്യം വായിക്കുമ്പോൾ ഒക്കെ എന്ത് ചെയ്യുക, എൻ്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാ മക്കളും മിസ്സിൻ്റെ കൂടെ ഉറക്ക ചോദ്യം വായിക്കണം കേട്ടോ. നമ്മൾ എപ്പോഴും ശീലിക്കേണ്ട ഒരു കാര്യമാണ് ചോദ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഉത്തരം എഴുതണം. അപ്പോൾ എന്താണ് നമ്മുടെ ചോദ്യം ഒന്ന് നോക്കിക്കുകയും, കുത്തുകൾ യോജിപ്പിച്ച് ചിത്രം പൂർത്തിയാക്കൂ, നിറം നൽകൂ. നമുക്ക് എപ്പോഴും ചോദ്യത്തിൽ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. അതായത് നിങ്ങൾ ഏത് എക്സാമിന് പോകുമ്പോഴും നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കെച്ച് പെൻ കൊണ്ടുപോകണം. കാരണം കളർ കൊടുക്കുക അല്ലെങ്കിൽ നിറം നൽകാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് എപ്പോഴും എന്താണ് ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ എന്താണ് നിങ്ങളോട് ഡയറക്റ്റായിട്ട് കളർ കൊടുക്കാനായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കുത്തുകളൊക്കെ യോജിപ്പിച്ചിട്ട് ഏത് രൂപമാണ് ഇവിടെ ഒളിഞ്ഞിരിക്കുന്നത് അത് കണ്ടെത്തിയിട്ട് കളർ കൊടുക്കാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ 1 മുതൽ 33 വരെ അല്ലെങ്കിൽ 1 മുതൽ ഇന്ന നമ്പർ വരെയുള്ള കുത്തുകൾ കറക്റ്റായിട്ട് യോജിപ്പിച്ച് നിറം കൊടുക്കാനൊക്കെ നിങ്ങളോട് പറയും. അപ്പോൾ മക്കൾ എല്ലാവരും എണ്ണാനും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ഇതുപോലെ കളർ അടിക്കാനും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ആ ഒരു ചിത്രം ഒന്ന് പൂർത്തിയാക്കിയാലോ. അപ്പം മിസ് ഇവിടെ ഇതാണ്ട് ചിത്രം പൂർത്തിയാക്കാൻ പോവുകയാണ്. നമുക്കറിയാം ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടിയില്ലേ ഏത് ചിത്രമാണ് എന്ന്. നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. അപ്പം ഇതാ വളരെ മനോഹരമായിട്ട് മിസ്സിന് പറ്റുന്ന രീതിയിൽ ഈ ഒരു ചിത്രം ഇതാ പൂർത്തിയാക്കാൻ പോവാണ്. ആ ചിത്രം എങ്ങനെയാണ് പൂർത്തിയാക്കുന്നത്, വളരെ ശ്രദ്ധിച്ച് ആ കുത്തുകളിലൂടെ തന്നെ വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഈ ഒരു ചിത്രം നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടിട്ടോ. അപ്പൊ എല്ലാവരും മിസ്സിന്റെ കൂടെ തന്നെ ഇങ്ങനെ ചെയ്ത് പഠിക്കുക. ഇതിന് സമാനമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പം ആ ഒരു രീതിയിൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. അപ്പൊ മിസ് ഇതാണ്ടേ വളരെ മിസ്സിന് പറ്റുന്ന രീതിയിൽ ഈ ചിത്രം ഒന്ന് പൂർത്തിയാക്കിയ. അപ്പോൾ ഈ ചിത്രം പൂർത്തിയാക്കിയപ്പോൾ നമ്മൾ കളർ കൊടുത്തു അല്ലേ. ഇനി നിങ്ങളോടാണ് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചേക്കുവാണ്. ഇല എത്ര എണ്ണം ഉണ്ട്? അതായത് ഈ നമ്മൾ പൂർത്തിയാക്കിയ ഈ ചിത്രത്തിൽ ഒരു ചെടിയുടെ ചിത്രമാണ് തന്നിരിക്കുന്നത്. ആ ചെടീനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം 2 പൂക്കളും അതുപോലെ തന്നെ 3 ഇലകളും അതുപോലെ തന്നെ ഒരു ചട്ടിയൊക്കെ ഉണ്ട് അല്ലേ. അപ്പം നമ്മുടെ ആദ്യത്തെ ചോദ്യം തന്നെ ഇതാണ്, ഇല എത്ര എണ്ണം ഉണ്ട്? എത്ര ഇലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലുള്ളത്? നമുക്ക് നോക്കിയാൽ അറിയാം എത്ര ഇലയുണ്ടടാ. നമ്മളിതാ ഇലയ്ക്കൊക്കെ കളർ കൊടുക്കുവാണ്. 1 ഇല, യെസ് 1. പിന്നെ ഇതാ അടുത്തത് 2. പിന്നെ ഇതാ അടുത്തത് 3. അപ്പൊ എത്ര ഇലയുണ്ട്? 3 ഇലയുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റൂ അല്ലേ. ഇനി അടുത്തത് ചോദ്യം എന്താണ്, എത്ര പൂവുണ്ട്? പൂവ് എത്ര എണ്ണം? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, പൂക്കൾക്കും നമുക്ക് ഇതുപോലെ തന്നെ കളർ കൊടുക്കണം. അപ്പൊ മിസ് ഇതാണ്ട് പൂക്കൾക്ക് ഇതാ കളർ കൊടുക്കുവാണ്. അപ്പൊ ഇഷ്ടപ്പെട്ട മക്കളുടെ എല്ലാവർക്കും മിസ് കൊടുക്കുന്ന കളർ ഇഷ്ടമാണോ ഇല്ലയോ എന്നൊന്നും മിസ്സിന് അറിയത്തില്ല. പക്ഷെ എന്താണെങ്കിലും ഒരു മനോഹരമായ ഒരു പൂ വരയ്ക്കാനാണ് മിസ് ശ്രമിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാ മിസ് പൂക്കൾക്കും ഇതാ കളർ കൊടുത്തു. എത്ര പൂവുണ്ട് ഇവിടെ? യെസ്, ഇവിടെ ഇതാ 2 പൂവുണ്ട്. ഇനി അടുത്ത ചോദ്യം ഏതാണ് ഇവിടെ കൂടുതലുള്ളത്? പൂക്കളാണോ കൂടുതലുള്ളത്, ഇലകളാണോ കൂടുതലുള്ളത്? ഒന്ന് നോക്കിയാൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇവിടെ ഇതാ 3 ഇലകളുമുണ്ട്, അതുപോലെ തന്നെ 2 പൂക്കളുമുണ്ട്. അപ്പൊ ഏതാണ് ഇവിടെ കൂടുതലുള്ളത്? ഇലകളാണ് കൂടുതലുള്ളത്. അപ്പൊ നമുക്ക് ആൻസർ എന്താണ്? ഇല എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എന്താണ് നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ച് വേണം പരീക്ഷയ്ക്ക് പോകാൻ കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നമ്മുടെ ഗണിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും എണ്ണാൻ അറിയും എന്ന് എല്ലാവരും മിസ്സിനോട് കഴിഞ്ഞ ദിവസത്തെ ലൈവ് ക്ലാസ്സിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ഉറപ്പ് വരുത്താനാണ്, വളരെ കുറഞ്ഞ സംഖ്യകൾ മാത്രം ഒന്ന് എണ്ണി നോക്കാനാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ചോദ്യം? പൂക്കളുടെ നിറം നൽകി എണ്ണി നോക്കൂ. നിറം നൽകിക്കൊണ്ട് എണ്ണി നോക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്കൊന്ന് എണ്ണി നോക്കാം. ആദ്യത്തെ പൂക്കളിന് ഇവിടെ ഇതാ 3 ബോക്സ് തന്നിട്ടുണ്ട്. എത്ര ബോക്സ് ഉണ്ട്? ഇതാണ്ട് 3 ബോക്സ്. ഇതാ 3 ബോക്സ് തന്നിട്ടുണ്ട്. ആ 3 ബോക്സിലും ഇതാ കുറച്ച് പൂക്കളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആ ചിത്രങ്ങളിൽ നമ്മൾ കളർ അടിച്ചിട്ട് എണ്ണി നോക്കാനാ പറയുന്നത്. അപ്പൊ 1ാമത്തെ ബോക്സ് എടുക്കാം അല്ലെ. 1ാമത്തെ ബോക്സിൽ ഏത് കളർ കൊടുക്കാനാ പറഞ്ഞതാ? ചുവപ്പ് കളർ കൊടുക്കാനാ പറഞ്ഞത്. അപ്പൊ ചുവപ്പ് കളർ മിസ് എടുക്കട്ടെ, ചുവപ്പ് കളർ എടുക്കട്ടെ. യെസ്,
ചുവപ്പ് കളർ എടുത്തു. ഇനി മിസ് എന്ത് ചെയ്യാണ്? ചുവപ്പ് കളർ ഇങ്ങനെ കൊടുക്കുവാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ മക്കൾ നോക്കിക്കേ, എത്ര പൂക്കളുണ്ട്? ചുവന്ന കളറിൽ എത്ര പൂക്കളുണ്ട് എന്ന് എണ്ണി നോക്കിക്കേ. എത്രണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8. എത്രണ്ണം ഉണ്ടെടാ? 8 എണ്ണം ഉണ്ട് അല്ലേ? അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മഞ്ഞ കളർ എടുക്കാനാണ്. അപ്പൊ മിസ് ഇതാ മഞ്ഞ കളർ എടുത്തു. മഞ്ഞ കളർ എടുത്തിട്ട് ഇതാ പൂക്കൾക്ക് ഇങ്ങനെ കളർ കൊടുക്കുക കേട്ടോ. 1 2 3 4 5 6 7. അപ്പൊ എത്രണ്ണം ഉണ്ട് ഇവിടെ? ഇതാ 7 എണ്ണം ഉണ്ട്. അപ്പൊ 7 മഞ്ഞപ്പൂക്കളുണ്ട്. അടുത്തത് ഏതാണെടാ? നീലപ്പൂക്കളാണ്. അപ്പൊ മിസ് എന്ത് ചെയ്തു? നീല കളർ എടുത്തു. നീല കളർ എടുത്തിട്ട് ഇതാ കൊടുക്കുന്നു. 1 2 3. യെസ്. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? മൊത്തം 3 എണ്ണം ഉണ്ട്. അപ്പം ഏത് നിറത്തിലുള്ള പൂക്കളാണ് ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചാൽ മക്കൾ എന്താ ഉത്തരം എഴുതുക? ഏത് നിറത്തിലുള്ള പൂക്കളാണ് ഏറ്റവും കൂടുതലുള്ളത്? നമുക്ക് നോക്കിയാൽ അറിയാം. 8 നിറത്തില് ചുവന്ന പൂക്കളുണ്ട്, അതുപോലെ തന്നെ 7 മഞ്ഞ പൂക്കളുണ്ട്, അതുപോലെ തന്നെ 3 നീലപ്പൂക്കളുണ്ട്. അപ്പൊ ഏത് നിറത്തിലുള്ള പൂക്കളാണ് കൂടുതലുള്ളത്? ചുവപ്പ് നിറത്തിലുള്ള പൂക്കളാണ് കൂടുതലുള്ളത്. അപ്പൊ മിസ് ഇതാ എഴുതുവാണേ, ചുവപ്പ് നിറത്തിലുള്ളതാണ്. അപ്പൊ ഈ ഒരു പ്രവർത്തനം നമ്മൾ എന്താണ് അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ. ഇനി ഇതാണ്ട് അടുത്തൊരു പ്രവർത്തനം കൊണ്ടുവരുവാണ്. ഈ പ്രവർത്തനം എന്താണ്? വരച്ചു പൂർത്തിയാക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വരയ്ക്കാൻ അറിയാലോ, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലേ ഒരു മീന് അല്ലെങ്കിൽ ഒരു ഫിഷ്, മത്സ്യം. അപ്പൊ മീനിന്റെ ചിത്രങ്ങളൊക്കെ എന്താണ് ഒന്ന് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു ചെറിയൊരു സ്ട്രക്ചർ, ചെറിയൊരു ഘടന നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇതൊന്ന് പൂർത്തിയാക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഒരു മീനിന്റെ കംപ്ലീറ്റ് ചിത്രം ഇവിടെ വരച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഈ മീനെ നമ്മൾ മുഴുവനായിട്ട് വരച്ചു പഠിക്കണം. അപ്പൊ എങ്ങനെയാണ്? മീനിന് എന്ത് വേണം? അതിന്റെ സൈഡിലുള്ള ചിറക് വേണം, അതുപോലെ തന്നെ എന്ത് വേണം? അതിന് വാല് വേണം. അപ്പൊ നോക്കിക്കേ, എല്ലാവരും ഇതാണ്ട് മിസ്സിന്റെ കൂടെ ഒരു കുഞ്ഞു മീനെ ഇതാ വരച്ചിട്ടുണ്ട്. അപ്പൊ മീനെ വരയ്ക്കാനും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പരീക്ഷയ്ക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതുപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെയായിട്ട് മിസ്സിനെ അടുത്ത ദിവസം വരാം. അതുവരെ എല്ലാവരും എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് എക്സാം ഒക്കെ എഴുതിയിട്ട് നമുക്കിനി 2ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കണം അല്ലേ. അപ്പൊ നമുക്കിനി വീണ്ടും കാണാം. ബൈ ബൈ.